എല്ലാവർക്കും ANYയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമകളാണ്. മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്യപ്പെട്ട എല്ലാ തമിഴ് സിനിമകളെ കുറിച്ചും നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും മറക്കാതെ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 1984 മമ്മൂട്ടി അഭിനയിച്ച് റിലീസ് ചെയ്ത ചിത്രമാണ് അടിയൊഴുക്കുകൾ. ഇത് തമിഴിൽ 1989 കാർത്തിക് അഭിനയിച്ച് വർണ്ണക്കനവുകൾ എന്ന പേരിൽ റിലീസ് ചെയ്യപ്പെട്ടു. പുതുമുഖങ്ങൾ അണിനിർത്തി 1986 റിലീസ് ചെയ്ത എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമ തമിഴിൽ വാരുഷം 16 എന്ന പേരിൽ 1989 കാർത്തിക് അഭിനയിച്ച് റീമേക്ക് ചെയ്ത് റിലീസ് ചെയ്തു. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളൊന്നായ സ്ഫടികം 1995 റിലീസ് ചെയ്യപ്പെട്ടു. തമിഴിൽ 2007 വീരാപ്പ് എന്ന പേരിൽ സുന്ദർ സി അഭിനയിച്ച് റിലീസ് ചെയ്യപ്പെട്ടു. സന്ദേശം 1991 മലയാളത്തിൽ ഇത് റിലീസ് ചെയ്തത്. തമിഴിൽ വീട്ടൈപ്പാറു നാട്ടൈപ്പാറു എന്ന പേരിൽ 1994 റിലീസ് ചെയ്യപ്പെട്ടു. 2011 റിലീസ് ചെയ്യപ്പെട്ട സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ തമിഴിൽ 2014 ഉൻ സമയിലറയിൽ എന്ന പേരിൽ റീമേക്ക് ചെയ്ത് റിലീസ് ചെയ്യപ്പെട്ടു. 1986 റിലീസ് ചെയ്ത ശ്യാമ എന്ന സിനിമ അതേ വർഷം തന്നെ ഉനക്കാകവേ വാഴുകിരൻ എന്ന പേരിൽ 1986 റിലീസ് ചെയ്തു. 2007 സുരേഷ് ഗോപി അഭിനയിച്ച് റിലീസ് ചെയ്ത നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമ അതേ വർഷം വൈഗൈ എക്സ്പ്രസ് എന്ന പേരിൽ തമിഴിൽ റിലീസ് ചെയ്തു. 2007 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം മായാവി 2010 അർജുൻ അഭിനയിച്ച് വല്ലൈക്കോട്ടെ എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. 1981 റിലീസ് ചെയ്ത ഇതിഹാസം എന്ന സിനിമ 1982 തീർപ്പ് എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. 1973 റിലീസ് ചെയ്ത ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമ 1975 തേൻ സിന്ധിക്കതേ വാനം എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. സുരേഷ് ഗോപി, ലാൽ, ദിലീപ് എന്നിവരെ നായകരാക്കി 2000 റിലീസ് ചെയ്ത തെങ്കാശിപ്പട്ടണം എന്ന സിനിമ തമിഴിൽ തെങ്കാശിപ്പട്ടണം എന്ന പേരിൽ തന്നെ റീമേക്ക് ചെയ്ത് 2002 റിലീസ് ചെയ്തു. പെപ്പെ അഭിനയിച്ച് 2018 റിലീസ് ചെയ്ത സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സിനിമ 2023 തക്സ് എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു.